കോഴിക്കോട്ടെ മാമി തിരോധാന കേസിൽ പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഈ മാമി തിരോധാന കേസിൽ പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശയുള്ളത്? ലക്ഷ്മി, വളരെ നിർണായകമായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം 2023 ആഗസ്റ്റിലാണ് മാമിയെ കാണാതാവുന്നത്. ഇത് സംബന്ധിച്ച് പ്രാഥമികമായി മാമിയുടെ ഭാര്യ റംലത്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. നടക്കാവ് SI ഉൾപ്പെടെയുള്ള 4 പേരാണ് പ്രാഥമികമായും അന്വേഷണത്തിന് അന്ന് നിയോഗിക്കപ്പെട്ടത്. ഈ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. മാത്രമല്ല, ആ പ്രദേശത്ത് മാമിയെ കാണാതാവുന്നു എന്ന് സംശയിക്കപ്പെടുന്ന പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രാഥമികമായി വളരെ പൊടുന്നതിനെ ശേഖരിക്കാൻ ഇവർ താല്പര്യം കാണിച്ചില്ല. അതൊക്കെ തന്നെ വീഴ്ചയാണ്. അങ്ങനെ പലതരത്തിൽ ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും കടുത്ത വീഴ്ചയുണ്ടായിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തത് കൊണ്ട് തന്നെ അത് തുടരന്വേഷണങ്ങളെ വലിയ തരത്തിൽ ഗുരുതരമായി ബാധിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ ഇത്തരത്തിലുള്ള ഈ നിർണായക വഴി ലോക്കൽ പോലീസിൻ്റെ നേരത്തെ തന്നെ കുടുംബവും മറ്റ് മാമി ആക്ഷൻ കൗൺസിലും ഒക്കെ ആരോപിക്കുന്ന പോലെ വലിയ ഗുരുതരമായ പിഴവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ IG രാജ്പാൽ മീണ ഉത്തരവിട്ടിരിക്കുന്ന അന്വേഷണത്തിന്. ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കാണ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല. 60 ദിവസത്തിനകം ഇത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ നടപടി വേണം. അവരുടെ അന്വേഷണത്തിലെ പങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടതിൽ വലിയ തരത്തിൽ ഈ നിരത്തിൽ മാമി കേസ് വലിയ വഴിത്തിരിവിലേക്ക് പോകും. ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കാൻ ബാഹ്യശക്തികൾ ഇടപെട്ടു എന്ന് ഈ ബന്ധുക്കളും ഈ ആക്ഷൻ കൗൺസിലും ഒക്കെ ആരോപിക്കുന്നത് ശരിവെക്കുന്ന തരത്തിൽ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്തായാലും 60 ദിവസത്തിനകം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം ക്രമസമാധാന ചുമതലയില്ലാത്ത കമ്മീഷണറാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് തന്നെയാണ് IG ഇത്തരം അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ വഴിത്തിരിവാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ ഉത്തരവ്. പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ച തുറന്നു കാണിക്കുന്നത് കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. നിലവിൽ കേസ് അന്വേഷണത്തിന്റെ സ്ഥിതി എന്താണ് രതീഷ്? ഇത് PV അൻവർ അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിക്കുകയും ഈ കേസിലേക്ക് വീണ്ടും എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, വീണ്ടും അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിന്റെ അന്വേഷണം ഏത് നിലയ്ക്കാണിപ്പോൾ? നടക്കാവ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് ചുമതലയുണ്ടായിരുന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണ സംഘം, ഈ 4 അംഗ അന്വേഷണ സംഘം പ്രവർത്തിച്ചിരുന്നത്. നടക്കാവ് SIയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ സംഘത്തിനെതിരെ അന്ന് ഈ മാമിയുടെ ഭാര്യയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള പരാതി ഉന്നയിച്ചിരുന്നു. അത് കാര്യക്ഷമമല്ല എന്ന് ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ മാമി ആക്ഷൻ കൗൺസിലും ഈ സംബന്ധിച്ച് ഇവരുടെ നേതൃത്വത്തിൽ നിന്ന്, ഇവരുടെ ചുമതലയിൽ നിന്ന് ഇത് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് സംസ്ഥാന പോലീസ് മേധാവി അന്ന് നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്നുള്ള പരിശോധനയിലും മറ്റു അന്വേഷണത്തിലുമാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട്. ഈ ക്രമക്കേടുണ്ട്, ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ തന്നെ പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്തുകയും ഇപ്പോൾ 4 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ പോരായ്മകൾ ഈ അന്വേഷണത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയത്. അത്തരത്തിലാണ് ഇപ്പോൾ പുതിയ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വരികയും പുതിയ തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളതും. എന്തായാലും ആക്ഷൻ കൗൺസിലും ബന്ധുക്കളും ഒക്കെ ആശങ്കപ്പെട്ട തരത്തിൽ കാര്യങ്ങളുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചും കണ്ടെത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഗുരുതര വീഴ്ച സംഭവിച്ചു മാമി തിരോധാന കേസിൽ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ശുപാർശയുമുണ്ട് ആ റിപ്പോർട്ടിൽ. അതിന്റെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ രതീഷ് വാസുദേവൻ പങ്കുവച്ചത്.